നമ്മൾ ഇന്നലെ പിടിച്ച കണ്ണൻ, നമ്മളവിടെ കണ്ണൻ എന്ന് പറയും, എല്ലായിടത്തും വരാലെന്നൊക്കെ പറയലുണ്ട്. അതിന് നമ്മൾ കുക്കിങ്ങിലുള്ള സംഭവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്, സാധാ നാടൻ ഞണ്ട്. അതിനെ വെച്ച് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. പിന്നെ നമ്മൾ കറി ഫിഷ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൻ നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉസാറാക്കി നേരെ എത്ര 6 കണ്ണുണ്ടായിരുന്നു. ഞണ്ടുണ്ട്, നല്ല സാധാ നാടൻ ഞണ്ടാണ്. അതിന് ക്ലീൻ ആക്കണ വിധം ഇറക്കിയാലും കൈ മുറിയാൻ മാത്രമല്ലല്ലോ, ചെറുതല്ലേ. ഒരു ഫ്രഷ് എടുത്താ വലുതിന് എടുക്കാൻ വലുത്. അതെ, അത് കുറച്ച് നല്ല ചുവപ്പ് കളറുണ്ട് അല്ലേ. ഇതിൻ്റെ അടി ഇങ്ങനെ എടുക്കുക. ആ പുറന്തോട് ഇങ്ങോട്ട് ഒഴിവാക്കുക. അതിനുള്ളിൽ ഉണ്ടാവില്ല ഒരു ഇത് നെയ്യാണ്. അതിൻ്റെ നെയ്യാണ് മഞ്ഞ. അത് എടുക്കാൻ പറ്റുമോ? കുറച്ച് വേണം, അപ്പോഴേ ടേസ്റ്റ് കിട്ടുള്ളൂ. ഞണ്ടും വരാലും പിന്നെ പൊറോട്ടയും ചെറുക്കതിൽ വീഡിയോ ഇട്ടിട്ടേ മോനെ. ഇതാണ് ഞണ്ടിൻ്റെ കണ്ണ്. എന്താണ് ഞണ്ടിൻ്റെ കണ്ണ്? കണ്ട മറ്റേ ഞണ്ടിൻ്റെ കണ്ണുണ്ടാവും. ഈ ഞണ്ടിൻ്റെ അത്രേ സാധാരണ ഞണ്ടിൻ്റെ പറ്റില്ല. ചെറിയ മറ്റിൻ്റെ അവസ്ഥ എന്താ? ഇങ്ങനെയാണ് നണ്ടെടുക്കുക. അയ്യോ കാണിച്ചില്ലേ നല്ല ആകെ എൻ്റെ നിർത്തള കിണറാണ്. ഞങ്ങൾ കിണറാണത്. കിണർന്ന് കാണിച്ചെടുക്കണേ. തക്കാളി കേട്ടാ മതി. വണ്ടി ഇതിന്റെ സൈഡിലല്ല, ആ ഒരു വായന്റെ എടുത്തോ. പിന്നെ അടുപ്പൂട്ടല്ല പരിപാടിയാ. എന്താ ചെറിയ കല്ല് വെച്ചോളൂ? അതൊരു അടയാളത്തിന് വെച്ചാണ്. ഇത് വലിയ ഇത് മീൻ ഉണ്ടാക്കുന്ന ആളല്ലേ, എന്നിട്ട് ഇതൊന്നും അറിയില്ല. ഒരു അടയാളത്തിന് വെച്ചാണ്. അടുത്തിന്റെ മുക്കും മൂലയും കൈവെള്ളയിലാണ്. ഇന്ന് കുക്കിങ് പോകാനാണെന്നൊക്കെ പറയണ. എന്താവുന്ന അവസ്ഥ? എന്താ കുക്കിന്റെ ഡിഷിന്റെ പേരെന്താണ്? ഞണ്ട് വരാൽ. പുതിയ മീനാണ് ഇരുന്നിട്ടോ. വരാലും ഞണ്ടും നാടൻ ഞണ്ടും ഒക്കെ ക്ലീനായി നിൽക്കുന്നുണ്ട്. ഈ കുക്ക് ചെയ്താൽ മാത്രം മതി. യെസ്, അപ്പോൾ നമ്മളെ ചട്ടി വെക്കൽ കർമ്മം കഴിഞ്ഞിട്ടുണ്ട്. ഈ എണ്ണ വാരി സൺഫ്ലവർ ഓയിലാണോ? ചെറിയൊരു പാക്കറ്റുള്ളൂ. ആണ് എണ്ണ വയ്ക്കാണ്. മതിയോ? ചട്ടി ചൂടായില്ല മൈമൂ. ഉപ്പുമുളകൊന്നുമില്ലേ? ഉപ്പുമുളകുണ്ട്. അതിന് ഇതില്ലേ, ആദ്യം ഉള്ളി, വെല്ലുള്ളി.
ശരിയാവോ തിന്നു കഴിഞ്ഞാ പിന്നെ നെഗറ്റീവാട്ടോ. പച്ചമുളക് നല്ലോണം വാടി വരണം അല്ലേ? എന്തിനാ വായൻ്റെ കയ്യില് പിടിച്ചാലാണ് അംശേ കടൽ. നെക്സ്റ്റ് തക്കാളി. പുളിവെള്ളം ഒഴിക്കുക. ഡൂണ് തട്ടിക്കോ. ഇഞ്ചി വെളുത്തുള്ളി ചട്ടി തന്നു കേട്ടോ. ഇഞ്ചി ഒന്ന് അടിക്കോട്ടെ. എടാ കഴിക്ക തുണിയല്ലോ നായ. ഇനി തീ മിക്ക വെള്ളം പറഞ്ഞിട്ട് തീയാക്കാം. ഉള്ളിയും തക്കാളി മുളകും എല്ലാം ഒന്ന് വാടി ഒരു പരുവത്തിലേക്കാണ്. ഈ ചട്ടി കിടന്നിളകുന്നുണ്ട്. എണ്ണ വെള്ളം ഒഴിക്കണം. കൊണ്ടുവരാൻ പോയിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നീ ഒന്ന് തിളക്കണം. പൊട്ടിച്ചിട്ടില്ലോ. എന്നാ കത്തി എന്നാ ഉപ്പിന്നെ ഇടണ്ട. ഉപ്പ് മീനിലൊക്കെ ഇട്ടിക്കണം. ഇല്ലെങ്കിൽ അപ്പം അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ടായിക്ക് മീൻ കഷ്ണങ്ങൾ ഇടുക. മീനും ഞണ്ടും മിക്സ് ആയിട്ടാണ്. വരാൽ ഞണ്ട് കറി വിത്ത് പൊറോട്ട കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. നമുക്ക് ഒട്ടിക്കണം. നന്നായിട്ട് ഇനി ഒരു അരമണിക്കൂർ അത് വേവിച്ച് കുറച്ച് വെള്ളം ഒന്ന് വറ്റി വന്നാൽ ഉഷാർ. നല്ല തളയാണ്. നമ്മളെ സാധനം സെറ്റായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി മാങ്ങി വെക്കാം നമുക്ക്. പൊറാട്ട ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല സ്മെല്ല്. ഞണ്ടൊക്കെ ഉഷാറായിട്ടുണ്ട്. നമുക്ക് കഴിക്കാലോ. വായൻ്റെ ഇല വാട്ടട്ടെ. ശരിക്കും വാട്ടിക്കാം. ഓ നൈസ്. ഞണ്ടണ്ട. ഞണ്ടിന് വെറും ഞണ്ട് വെക്കണ്ടേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പൊറോട്ട ചെരുപ്പൂരുടെ അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. കഴിച്ചോട്ടെ. കാണില്ല. മെയിൻ കുക്കാണ്, മെയിൻ ഷെഫ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാ. ആദ്യം ഷെഫ് ആയിക്കോട്ടെ ടേസ്റ്റിങ്. ഇങ്ങനെ ഒരു കണ്ട കെട്ടില്ല. എന്നിട്ട് ഈ ചാറ്റ് ഇങ്ങനെ ഒന്ന് ഒപ്പുക. ഒരു മീൻ കഷ്ണം നമുക്ക് വരാലിൻ്റെ ഒരു കണ്ട ഇങ്ങനെ എടുത്തുകൊണ്ട് അത് വെക്കുക. ആഹാ. എന്നിട്ട് ഇങ്ങനെ ഒരു പുടുത്തം ഇങ്ങനെ. ഓ
ഒന്നും പറയാനല്ല. മോനെ ഇത് തിന്നല്ലോ ആളെ തിന്നോ ഇത് ഇനി അമ്മ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കഷ്ണം പൊറോട്ട കിട്ടണില്ലല്ലോ, നല്ല ചൂടുണ്ട് കേട്ടോ. പൊറാട്ടൻ്റെ ചൂടാണ്, പൊറാട്ടയും ചൂട് കറി ചൂട്. അങ്ങനെ എടുക്കുക. ഒരു കഷ്ണം മീൻ, അങ്ങനെ പരിപാടിയൊക്കെ നല്ല ഉഷാറായി കഴിഞ്ഞു. സംഭവം ഏതായാലും ഉഷാറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.